9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന ഇരട്ടക്കുട്ടികളുടെ അമ്മ. ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് യുവതിയുടെ 9 വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. നിങ്ങളൊന്നും അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഇത് കണക്ക് അവർ ചെല്ലുമ്പോൾ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞു ഇതൊക്കെ ചെയ്യും. കൈവിരലുകൾ മുറിച്ചു, കാലുവിരല് 5 മുറിച്ചു. ഇന്നലെ 31 വയസ്സുകാരിയായ നീതുവിന്റെ വിരലുകളാണ് മുറിച്ചു മാറ്റിയത്. കഴക്കൂട്ടം കുളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിലാണ് കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയത്. മോളെ എനിക്ക് ആകെ ഒരു മോളാണുള്ളത്. കുഞ്ഞ് 7-ാം മാസത്തിൽ 2 ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. അതോടെ സംബന്ധിച്ച് കുഞ്ഞിന് അടിവയർ കുറച്ചുണ്ടായിരുന്നു. അപ്പം കുഞ്ഞ് ഒരു യോഗ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നു. അപ്പം അതുമായിട്ട് പിന്നെ കുഞ്ഞിന് തുടർന്ന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം പിന്നെ ഇങ്ങനെ ഒരു യൂട്യൂബിലൊരു പരസ്യം കണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് വിളിച്ചു സംസാരിച്ചപ്പോൾ അവർ 5 ലക്ഷം രൂപയാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞ് അതങ്ങ് വിട്ടു. പിന്നെ നീതുവിനെ അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഓഫറുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ കേട്ടു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു വീട്ടുകാരോട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് കുഞ്ഞിനെ നിരന്തരം വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ കുഞ്ഞ് അതിന് തയ്യാറായി. അങ്ങനെ അവർ വയറ്റിലെ കൊഴുപ്പ് മാറ്റി വയറ് നിയന്ത്രിച്ച് കൊടുക്കാന്നുള്ള ഇതിലാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. ശനിയാഴ്ച അഡ്മിറ്റ് ആവുന്നു. ഞായറാഴ്ച രാവിലെ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് ഈ സർജറി കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കുഞ്ഞിന്റെ ഭർത്താവിനെ കാണിച്ചിട്ടില്ല. മോളെ തന്നെ സർജറി കഴിഞ്ഞിട്ട് രാവിലെ ആണ് കുഞ്ഞിനെ വിളിച്ചേൽപ്പിക്കുന്നത്. ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് 11 മണി കഴിഞ്ഞപ്പം കുഞ്ഞിന് തല ചുറ്റൽ വരുന്നു. അപ്പം ഡോക്ടറെ വിളിച്ചു, നീതുവിന് തല ചുറ്റലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു. ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു. അത് കഴിഞ്ഞ് അതങ്ങ് ഛർദ്ദിച്ചു. പിന്നെ ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ കൊടുത്തു, അതും ഛർദ്ദിച്ചു. അപ്പോഴൊക്കെ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ പറഞ്ഞാൽ നിങ്ങളത് നോക്കണ്ട, വെള്ളം കൊടുത്തോളാൻ പറഞ്ഞു. വൈകുന്നേരം ആയപ്പം കുഞ്ഞിന് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയപ്പം പറഞ്ഞു നാളെ രാവിലെ 9 മണിക്ക് ക്ലിനിക്കിൽ വരാൻ പറഞ്ഞു. അപ്പം മരുമൻ ചോദിച്ചു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ സാറേ, വൈഫിന് ഒട്ടും വയ്യ. വേണ്ട, അത് ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഈ പറയുന്ന ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവിടെ ചെന്നപ്പം കുഞ്ഞിന് ഹിമോഗ്ലോബിൻ കുറവായതുകൊണ്ട് ബ്ലഡിന് എഴുതി കൊടുത്തു. ആ 10 കുപ്പി PRCP എടുക്കാൻ പറഞ്ഞു. PRCP ബ്ലഡ് എടുത്തുകൊണ്ട് വന്നപ്പം പറഞ്ഞു 6 മണിക്കൂർ കഴിഞ്ഞ് ഇനി വൈഫിനെ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾ ബ്ലഡ് അടയ്ക്കുവാണെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് കുഞ്ഞിന്റെ ഓഫീസിലൊന്ന് പോയി, അപ്പുറത്തെ ഓഫീസിലൊന്ന് പോയി. 6 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയല്ലെന്ന് വിചാരിച്ചു. അപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം വിളിക്കുന്നു, നീതുവിന് വളരെ കണ്ടീഷൻ വളരെ മോശമാണ്, ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വരണമെന്ന്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മോൻ അവിടെ എത്തിയപ്പോൾ കാറിനകത്ത് കയറ്റുന്നതാ കണ്ടത്. എന്നിട്ട് കുഞ്ഞ് അതിന്റെ തൊട്ട് പുറവിലെ ബൈക്കും എടുത്തോണ്ട് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ വരാൻ പറഞ്ഞു. മോനോ സ്വന്തം വണ്ടിയിൽ കുഞ്ഞ് അനന്തപുരി എത്തിയപ്പോൾ ഇവർ വന്നിട്ടില്ല. ഇവർ 1.5 മണിക്കൂർ വൈകി. ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ അവർ ആംബുലൻസിൽ കയറ്റാതെ കുഞ്ഞിനെ 1.5 മണിക്കൂർ വൈകിയാണ് അവിടെ കൊണ്ടുവന്ന് ഇവർ തന്നെ സ്ട്രെച്ചറിലാക്കി പെട്ടെന്ന് അന്ന് തന്നെ IC കൊണ്ടുപോയി അന്ന് തന്നെ ഡയാലിസിസിനും വെന്റിലേറ്ററിലും ആണ് കുഞ്ഞിനെ ഇട്ടത്. ഇതിന്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്നു, എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് മോന്റെ അമ്മ എന്നെ വിളിച്ചു പറയുന്നത് നീതിനൊട്ടും സുഖമില്ല വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റ് അധികാരിയപ്പെട്ട മാർത്തണ്ഡമുള്ള സാറിനെ വിളിച്ചു. സാറ് മുഖാന്തരമാണ് ഇങ്ങനെയാണ് കുഞ്ഞിനെന്ന് അറിഞ്ഞ് സാർ ഇതിനെ വന്ന് 2:30 മണിക്ക് സാറിനെ കണ്ടപ്പം സാർ എന്നോട് പറഞ്ഞു 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി. 3-ന്റെ അന്ന് എല്ലാവരും പറഞ്ഞു കുട്ടിക്ക് വളരെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞപ്പം വീണ്ടും സാറിനെ ഞാൻ പോയി കണ്ടപ്പോൾ സാറ് 2 കൈയും തൊഴുതുകൊണ്ട് പറഞ്ഞു മോള് നമ്മളെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞപ്പം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ എൻ്റെ കുഞ്ഞിന്റെ ഫാമിലി, ഭർത്താവിന്റെ ആൾക്കാർ എല്ലാവരും, ആ കുടുംബം കംപ്ലീറ്റ് ആൾക്കാരും ഈ 28-30 ദിവസം അനന്തപുരി ICയുടെ അവിടെ കാത്തിരുന്നു. ആദ്യം 36 ദിവസം കടന്നിട്ട് ഫെബ്രുവരി മാസം 1-ാം തീയതി വീട്ടിൽ പോയി. ഇപ്പൊ ഈ മുറിവ് ഓപ്പണാണ്. 31-ാം തീയതി അല്ല, അവിടെ ചെയ്തത് 22-ാം തീയതി, ഫെബ്രുവരി 22-ാം തീയതി ചെയ്തു. ഫെബ്രുവരി മാസം ഇവിടെ 22 ദിവസം ICയിലായിരുന്നു, വെന്റിലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 36 ദിവസം ഇവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ 22-ാം തീയതി വീണ്ടും വന്നു. ഇത് ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ അടിക്കും. അതുകൊണ്ട് ഇവിടെ തൊലി വെട്ടിവെച്ച് ആ ശസ്ത്രക്രിയ ചെയ്തു. കൈവിരലുകൾ ഇങ്ങോട്ട് കയറിയാൽ കൂടുതൽ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് കൈവിരലുകൾ മുറിച്ചു.